സീറോ. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടോ? ഇത് നിങ്ങൾ നോക്കുമ്പോ മോൾ ഓഫ് ട്രാവൻകൂർ ഫ്രണ്ട് അവിടെ ഗാർഡൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ മേളില് ചെടികൾ, ആ ചെടികളാണ് ഈ കാണുന്നത്. ഇനി ഞങ്ങള് രണ്ടുപേരും വരയ്ക്കാൻ ബുദ്ധിമുട്ടായോണ്ട് ഞങ്ങളുടെ പരിപാടിയുടെ പേര് എഴുതി വെച്ച് അടിച്ചു കയറി വാ. കൈയടിച്ച് അടിച്ചു കയറി വായിൽ ഞങ്ങൾ രണ്ടുപേരും. അല്ല, ഭയങ്കര ക്രിയേറ്റിവിറ്റി ഒക്കെയാണ്. പക്ഷെ അത് അവിടെ ഇരിക്കട്ടെ. പറഞ്ഞ സാധനമാണ് വരയ്ക്കേണ്ടത്. ഇനി അടുത്ത ഇവിടെ നോക്കൂ. രണ്ട് തൂണ്, പിന്നെ എമ്മോട്ടി ബോർഡ് മുകളിലാണ് വെക്കേണ്ടത്. അത് സ്ക്രൂ അളവ് താഴെ പോയി. അതാണ് കുറച്ച് രണ്ടുപേരും നിപ്പുണ്ട് ഇവിടെ. അടിപൊളി. ഓഡിയൻസിന് ഇവിടെ ആണ്. ഇതിനാണ് മോൾ ഓഫ് ട്രാവൻകൂർ ഞങ്ങളാണെന്നുള്ളവർ നന്നായിട്ടൊന്ന് കൈയടിച്ചേക്കാം. മുല്ലൂരിലെ ഹരിതകർമ്മസേനയുടെ വിശാലിന്റെ എമ്മോട്ടിയും നമ്മളുമാണ് കറക്റ്റ് എന്നുള്ളവരൊന്ന് കൈയടിച്ചേ. അറിയാ, ജയിച്ചടാ. രൂപ ആദ്യം നിങ്ങൾ നേടി. പക്ഷെ രണ്ടാമത്തെ ലെവലിൽ 10,000 രൂപയുടെ ബെറ്റ് വെച്ചപ്പോ കിട്ടിയത് ആർക്ക്? 18 അടവ് മുണ്ട് മുറി തലയിൽ കെട്ടിയടാ. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒന്നായിട്ട് ഒന്ന് കൈയടിച്ചു കൊടുത്തേക്കണേ പ്ലീസ്. അവരാദ്യമായിട്ടാ ജയിക്കുന്നത്. അപ്പൊ പ്രേക്ഷകരെ നിങ്ങൾ മറക്കണ്ട, KSFE ഹാർമണി ചിട്ടികളിൽ ഓടിപ്പോയി ജോയിൻ ചെയ്തോളൂ. ചേരുന്ന 100 പേർക്ക് ലഭിക്കുന്നു ബമ്പർ സമ്മാനമായി സിംഗപ്പൂർ യാത്ര. ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയൻസിന് സമ്മാനങ്ങൾ കൊടുക്കാനുള്ള നറുക്കെടുപ്പിന്റെ ഐറ്റമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഷാനിദ ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽസ് ഈ കവറിലുണ്ട്. വീട്ടിൽ പോയി ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ 3rd ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 15,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ടോട്ടൽ ഈ റൗണ്ട് കൂടെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നു 30,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ. ഈ എപ്പിസോഡിന്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പൊ ഇതിന്റെ സെറ്റപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് ഗെയിം എന്ന്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. ആദ്യമേ നമ്മൾ ഈ ബോൾ എടുക്കുന്നു, ആദ്യത്തെ ഗ്ലാസിന്റെ മുകളിൽ വെക്കുന്നു. നിങ്ങൾ ഊതി ഊതി ഓരോ ഗ്ലാസ്സിൽ നിന്നും വീഴ്ത്തി ഈ ബൗളിലേക്ക് വീഴ്ത്തിക്കണം. ഇതാണ് നിങ്ങളുടെ ഗെയിം. നിങ്ങൾക്ക് 60 സെക്കൻഡ് സമയമാണുള്ളത്. ആ 60 സെക്കൻഡ് സമയത്തിനുള്ളിൽ ആദ്യത്തെ 3 ബോൾ ആരാണ് ഊതി വീഴ്ത്തുന്നത് അവരായിരിക്കും വിജയിക്കുന്നത്. അതല്ലെങ്കിൽ 60 സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബോൾസ് ആ ബൗളിലേക്ക് ഇടുന്ന ആളായിരിക്കും ജയിക്കുന്നത്. നേരത്തെ 15,000 രൂപയുടെ ഗിഫ്റ്റ് ഇപ്പോൾ അളിയന്റെയിലാണ്. എന്നാൽ ഇപ്രാവശ്യം 15,000 രൂപയുടെ ഒരു വാഷിംഗ് മെഷീൻ കൂടെ നമ്മുടെ ഈ മത്സരത്തിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 30,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. താഴോട്ട് ഒതുക്കിയോ. 3 എത്തിയാൽ ജയിക്കും. 3 എത്തിയാൽ ജയിക്കും. അത് വിടക്കാൻ പറ്റില്ല. ജയിക്കുന്നതിന്റെ വക്കിൽ ഒരെണ്ണം കൂടെ മതി. അമിതാവേശം ആപത്ത്. വെള്ളം ഒഴിച്ചു കൊടുത്തോട്ടോ. വെള്ളം നയിക്കാൻ പറ്റില്ല. പിന്നെ വെള്ളം അയ്യോ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. സൂപ്പർ. അപ്പം 3ാം ലെവലിലെ മത്സരം തീർന്നിരിക്കുമ്പോൾ ഒരു ബൗളിൽ, അനശ്വരയുടെ ബൗളിൽ ഒരു ബോളും കാണാനില്ല. അനശ്വരയുടെ ബൗളിൽ മൊത്തം കുറെ ബോൾസ് ഉണ്ട്. ഒരു ബൗളും കാണാനില്ല. പക്ഷേ മുല്ലൂരിൽ നിന്ന് വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന പ്രവർത്തകനായ വിശാലിന്റെ ബൗളിൽ ഇതാ 2 ബോള് ഉണ്ട്. അപ്പൊ പ്രിയപ്പെട്ട നമ്മുടെ ജഡ്ജസിന് തീരുമാനിക്കാൻ എന്താണ് വേണ്ടതെന്നുള്ളത്. ഒന്നുമില്ല, എന്ത് തീരുമാനിക്കുക. ഏറ്റവും കൂടുതൽ ബോളുണ്ട് അവൻ ജയിച്ച്. 30,000 രൂപയുടെ സമ്മാനങ്ങളുമായി ഗ്രാൻഡ് ഫിനാലയിൽ ഇതാ
മുല്ലൂരിന്റെ വിശാൽ ജയിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം ജയിച്ചിരുന്നത് ആരാണ്? അനശ്വരയാണ്. നമ്മുടെ ഗെയിമിന്റെ ഒരു സസ്പെൻസും ത്രില്ലും അതാണ്, ആ സ്വഭാവമാണ്. ഇപ്പൊ പക്ഷെ ഫൈനലിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ വിശാലുമാണ്. അടിച്ചു കയറി ലൂസേഴ്സ് ഫൈനൽ എന്ന് പറഞ്ഞ് നമ്മൾ നടത്തിയ സെഗ്മെന്റില് ആദ്യത്തെ വിന്നർ ആയിരിക്കുകയാണ് വിശാല്. ഒരു ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് വിശാല്. എന്താണ് ബ്രോയ്ക്ക് നമ്മളടുത്ത് പറയാനുള്ളത്? നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. ഞാൻ തോറ്റ് തുടങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടിയാണ് ഈ ഗെയിമിന്റെ ഇത് അതിലോട്ട് പോയത്. പക്ഷെ അതിൽ പോയിട്ടും എനിക്ക് ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ ഭയങ്കര ബാക്കാണ് ഇപ്പം. എന്നിട്ട് ഇവിടെ ഇത്രയും പേരെ ഫ്രണ്ടില് 30,000 രൂപയിലല്ല, ഇവിടെ എനിക്ക് എന്തെങ്കിലും ആണ് എന്ന് കാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അടിപൊളിയാ വിശാലെ. അയ്യോ, ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. ആളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തന്നെ നമുക്ക് ഭയങ്കര എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. അടിപൊളി. എനിക്ക് തോന്നിയതേ എന്ത് ജോലി ചെയ്യാനും ഭയങ്കര ഒരു മനസാന്നിധ്യം ഉണ്ട് വിശാലിന്. അത് ഈ കാലത്ത് ഈ ജനറേഷനിലെ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അടിപൊളി. താങ്ക് യു സോ മച്ച് ചേച്ചി. അനശ്വരയ്ക്ക് എന്താണ് അനശ്വരയുടെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യുക? അനശ്വര, ഇവിടെ എത്തിയത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അടിപൊളി. അതെ, ഈ ജീവിതത്തിലെ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ അനശ്വരയ്ക്ക് സാധിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് അനശ്വര.